നമസ്കാരം. 2-1-3 സ്വാഗതം. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ചൂടുപിടിച്ച് അങ്ങനെ മുന്നേറുകയാണ്. BJP നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു. BJP സംസ്ഥാന നേതൃത്വവുമായി ഏറെ നാളായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു സന്ദീപ് വാര്യർ. സന്ദീപിൻ്റെ പാർട്ടി മാറ്റം ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പാർട്ടി വിട്ടത് പാലക്കാട്ടെ BJP വോട്ടുകളെ ബാധിക്കുമോ? അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളും കൂടി പരിശോധിക്കും. മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് ചൂട് ഉയരുകയാണ്. അവിടെ അടുത്ത മുഖ്യമന്ത്രി ആരാകും? വിമതർ പാർട്ടികൾക്ക് തലവേദനയാകുമ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാവുകയാണ്. ഇതെല്ലാം പരിശോധിക്കാം. സ്വാഗതം 2-1-3. BJP വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണെന്ന് ആരോപിച്ചാണ് സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത്. ജനാധിപത്യത്തെ പാടെ അപമാനിക്കുന്ന ഒരു ഫാക്ടറിയിൽ ശ്വാസം മുട്ടി കഴിയേണ്ട അവസ്ഥയായിരുന്നു തനിക്ക് എന്നുകൂടി വ്യക്തമാക്കുകയാണ് BJPയുടെ മുൻ സംസ്ഥാന സമിതി അംഗം. എന്നാൽ സന്ദീപ് വാര്യർ പോയാൽ പാർട്ടിക്കൊന്നും സംഭവിക്കില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ് BJP നേതാക്കൾ. ഒരു ബൂർഷ്വാ പാർട്ടിയിൽ നിന്ന് മറ്റൊരു ബൂർഷ്വാ പാർട്ടിയിലേക്ക് ചേക്കേറി എന്നേ ഇതിനെ കാണാനുള്ളൂ എന്നായിരുന്നു MV ഗോവിന്ദൻ്റെ പ്രതികരണം. ഏതായാലും ഈ വിഷയം ചൂടേറി നിൽക്കുമ്പോഴാണ് സന്ദീപ് വാര്യർ ഇന്ന് തെരഞ്ഞെടുപ്പ് റാലിയിലൊക്കെ എത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ VV അരുൺ നൽകും. അരുൺ, ഒരുപക്ഷെ ഇത് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു വളരെ രസകരമായ ഒരു സംഭവമാണ്. 2 സ്ഥാനാർത്ഥിക്ക് വേണ്ടി എത്തുന്ന ഏക നേതാവ് എന്ന ഒരു വിശേഷണം കിട്ടുകയാണ് സന്ദീപ് വാര്യർക്ക്. ആദ്യം C കൃഷ്ണകുമാറിന് വേണ്ടിയാണ് വന്നതെങ്കിൽ ഇന്ന് രാഹുൽ മാക്കൂട്ടത്തിന് വേണ്ടി പരസ്യമായി അവിടെ പ്രചരണ രംഗത്ത് ഇറങ്ങുന്നു. ഇത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ എങ്ങനെയാണ് പാലക്കാട്ടുകാർ നോക്കിക്കാണുന്നത്? മനു, ഏതായാലും പാലക്കാട് വാർത്തകൾക്ക്, വിവാദങ്ങൾക്ക്, കാലുമാറ്റങ്ങൾക്ക്, കൂറുമാറ്റങ്ങൾക്ക്, പാർട്ടി മാറ്റങ്ങൾക്ക് ഒരു കുറവുമില്ല. തുടക്കം തന്നെ അത്തരത്തിൽ UDF നേതാവിനെ, കോൺഗ്രസ് നേതാവിനെ CPM ഇടതു സ്വതന്ത്രനായിക്കൊണ്ടായിരുന്നു. പിന്നീട് തുടർച്ചയായി നമ്മൾ ഓരോ ദിവസവും പാർട്ടികൾ വിട്ട ആളുകൾ വരുന്നതുമൊക്കെ കണ്ടു. അതിനൊടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ BJPയുടെ പ്രധാനപ്പെട്ട നേതാവിനെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിച്ചുകൊണ്ടുവന്ന് കോൺഗ്രസ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ പറയണം പാലക്കാട്ട് നടത്തിയത്. നേരത്തെ സന്ദീപ് വാര്യർ BJPയുമായി തെറ്റിയപ്പോൾ CPMലേക്ക് പോകുമെന്നായിരുന്നു അഭ്യൂഹം. സന്ദീപ് വാര്യരും CPM നേതാക്കളുമായി ചർച്ചകൾ നടന്നിരുന്നു. സന്ദീപ് വാര്യരും അന്നൊന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്ന് നിഷേധിച്ചില്ല. സന്ദീപ് വാര്യരെ പുകഴ്ത്തിക്കൊണ്ട് CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ രംഗത്ത് വന്നു. പക്ഷേ അപ്പോഴൊന്നും കോൺഗ്രസിലേക്ക് പോകുന്നതിൻ്റെ സൂചന വന്നതിനപ്പുറത്തേക്ക് ആരും അതിൽ കാര്യമായി അതങ്ങനെ കണ്ടിരുന്നില്ല. കോൺഗ്രസ് നേതാക്കൾ തന്നെ സന്ദീപ് വാര്യരെ അത്തരത്തിൽ ക്ഷണിക്കാം അല്ലെങ്കിൽ വന്നോട്ടെ എന്ന് നേതാക്കൾ പറയുമ്പോൾ മുരളീധരനെ പോലുള്ളവർ വലിയ വിമർശനവുമായി രംഗത്ത് വന്നു. പക്ഷേ ഇന്ന് വളരെ പെട്ടെന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണം അവസാനിക്കാൻ ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇത്തരമൊരു നീക്കം കോൺഗ്രസ് നടത്തിയത്. സന്ദീപ് വാര്യർ ഇന്ന് കോൺഗ്രസിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തി കൈകൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. വലിയ അരുൺ, ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം ഇരട്ടിയാക്കുന്നുണ്ടോ? BJP പ്രവർത്തകർ ഇതിൽ നിരാശരാണോ? അതോ സ്വാഭാവികമായും ഇതൊക്കെ ഒരു പ്രശ്നമല്ല എന്ന നിലപാടാണോ അവർക്കുള്ളത്? എന്താണ് അവിടുത്തെ ആ ഒരു ചിത്രം? എന്താണ്? കോൺഗ്രസിന് സ്വാഭാവികമായും ആവേശമുണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം വരെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് വരെ കോൺഗ്രസിൻ്റെ നേതാക്കളെയും മഹാത്മാഗാന്ധിയെ ഉൾപ്പെടെയുള്ളവരെയൊക്കെ ആ രീതിയിൽ പലതരത്തിൽ വിമർശിക്കുകയോ അല്ലെങ്കിൽ അപമാനിക്കുകയോ തോന്നലുണ്ടാക്കുകയോ ചെയ്ത ആൾ കൂടിയാണ് സന്ദീപ് വാര്യർ. അങ്ങനെ ഒരാൾ വരുമ്പോഴുള്ള ചില വിഷമങ്ങളുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് ഒരു ആവേശത്തിൽ കാണും. BJP ക്യാമ്പിൽ നിന്ന് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ അടർത്തിയെടുക്കുമ്പോൾ അവർക്ക് ആവേശമുണ്ട്. മുൻകാല ചെയ്തികളൊക്കെ അവർ മറന്നു തുടങ്ങും എന്ന് പ്രതീക്ഷ നേതാക്കൾക്കുമുണ്ട്. ഏതായാലും അത് കോൺഗ്രസ് ക്യാമ്പിൽ ഒരു ഇതാണ്. എല്ലാ നേതാക്കളും മുരളീധരനെ പോലുള്ള അപൂർവം ചില ആളുകൾ മാത്രമാണ് അതിൽ തെറ്റ് കാണുന്നത് അല്ലെങ്കിൽ അത് ദഹിക്കാത്ത ആളുകൾ. അത് പ്രവർത്തകർ, താഴേക്കിടയിൽ പ്രവർത്തകർ എങ്ങനെ എടുക്കുമെന്നൊക്കെ തെരഞ്ഞെടുപ്പാണ്
തെരഞ്ഞെടുപ്പ് ഫലമാണ് പറയേണ്ടത് പാലക്കാട് എങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നുള്ളത്. പക്ഷേ പൊതുവിൽ കോൺഗ്രസ് ഒരു നേട്ടമായി തന്നെ അതിനെ എടുത്തു കാട്ടുന്നു. എന്നാൽ BJP സന്ദീപ് വാര്യർ പോയതിൽ അവർക്ക് വിഷമമില്ല. BJP നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. എവിടെ പോകുമെന്നൊരു ആശങ്ക, സംശയം മാത്രമായിരുന്നു BJP കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ പോണെങ്കിൽ പൊക്കോട്ടെ എന്ന നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. അതേ നല്ല കസേര കെട്ടട്ടെ എന്ന് കെ സുരേന്ദ്രൻ ആദ്യം ആശംസിച്ചു. പിന്നീട് ശിഖണ്ഡിയോട് ഒന്നിച്ച് കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഏത് സാഹചര്യത്തിലാണ് സന്ദീപ് വാര്യരെ BJP നേരത്തെ നടപടിയെടുത്തതെന്ന ചോദ്യം കൂടി സുരേന്ദ്രൻ ഉന്നയിച്ചു. PFI ബന്ധമടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം. സന്ദീപ് വാര്യർ വന്നാൽ കുറച്ച് വോട്ടെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. BJPയുടെ ശക്തി കേന്ദ്രമായ മൂത്താന്തറയിലടക്കം സന്ദീപ് വാര്യർക്ക് വലിയ ബന്ധങ്ങളുണ്ട്. അവിടെ നിന്ന് ചില വോട്ടുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പിനുള്ളത്. ഏതായാലും എന്ത് ഫലമായാലും കോൺഗ്രസ് നടത്തിയത് വളരെ മികച്ച ഒരു രാഷ്ട്രീയ നീക്കമെന്ന് പറയേണ്ടി വരും. എതിർപ്പാളയത്തിൻ്റെ പ്രധാനിയെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തങ്ങളുടെ പാളയത്തെത്തിച്ച ഒരു ഷോക്ക് ആ തരത്തിൽ BJPക്ക് നൽകാൻ കഴിഞ്ഞു. BJPക്ക് മാത്രമല്ല CPM ഒരുപക്ഷെ സന്ദീപ് വാര്യരുടെ BJPയുള്ള പിണക്കം ഏറ്റവും ഉപയോഗിച്ചത് CPM ആണ്. അവിടെ കുളം കലക്കാൻ ശ്രമിച്ചത് CPM ആണ്. പക്ഷേ ആ കുളത്തിലെ മീൻ പിടിച്ചുകൊണ്ട് പോയത് കോൺഗ്രസ് ആണെന്ന് പറയേണ്ടി വരും. അതെ, അരുൺ സൂചിപ്പിച്ച വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. AK ബാലനൊക്കെ പറഞ്ഞിരുന്നത് സന്ദീപ് വാര്യർ നല്ല ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിന് വേണ്ടി വാതിൽ തുറന്നു വയ്ക്കുന്നൊരു നിലപാടാണ് CPM-നും LDF-നും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ സന്ദീപ് വാര്യർ അങ്ങോട്ടേക്ക് നീങ്ങിയില്ല. നേരത്തെ തന്നെ ഈ ചർച്ചകൾ നടന്നിരിക്കണം എന്ന ഒരു സൂചനയാണോ നമുക്കിപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? തീർച്ചയായിട്ടും CPM-വുമായി സന്ദീപ് വാര്യർ ചർച്ച നടത്തുമ്പോൾ തന്നെ സമാന്തരമായി BJP നേതാവായ സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാക്കളുമായും ചർച്ച നടന്നിരുന്നു. അന്നൊക്കെ ഒരു ധാരണയിലേക്ക് എത്താതെ പോയതാണ്. പുറത്ത് CPM-വുമായി ചർച്ച നടക്കുന്ന ധാരണ വരികയും CPI-യിലേക്ക് പോകുന്ന ചില അഭ്യൂഹങ്ങൾ വരികയൊക്കെ ചെയ്തതിന് ഒഴിച്ചാൽ വളരെ കൃത്യമായ ആ ഘട്ടം മുതൽ സന്ദീപ് വാര്യർ ഒരു കോൺഗ്രസിലെ ഒരു സ്ഥാനത്തിന് വേണ്ടി വളരെ കൃത്യമായ ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ പരിണിത ഫലമാണ്, അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് ഉണ്ടായത്. സീറ്റുകളുടെ കാര്യത്തിലൊക്കെ പല അഭ്യൂഹങ്ങളും വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് സ്ഥാനം അദ്ദേഹം നൽകുമെന്ന കാര്യത്തിലൊക്കെ പല അഭ്യൂഹങ്ങളും വരുന്നുണ്ട്. എന്തെങ്കിലും വാഗ്ദാനമുണ്ടോ അരുൺ? സന്ദീപ് വാര്യർക്ക് എന്തെങ്കിലും വാഗ്ദാനം ലഭിച്ചിട്ടുണ്ടോ ഈ വിഷയത്തിൽ? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ വരുന്നുണ്ടോ? ഒരുപക്ഷെ അതൊക്കെ തുറന്നു പറയാനുള്ള സമയമൊക്കെ ആകുന്നേ ഉള്ളൂ. എങ്കിലും എന്തെങ്കിലും സൂചനകൾ ആ നിലയിൽ പുറത്തേക്ക് വരുന്നുണ്ടോ? തീർച്ചയായും അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് ഒത്തരമൊരു സീറ്റിൻ്റെ പേരിലല്ല അദ്ദേഹം വരുന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വവും സന്ദീപ് വാര്യരും ഒക്കെ അവകാശപ്പെടുന്നത്. പക്ഷേ ഷൊർണൂറും ഒറ്റപ്പാലവും അടക്കം കോൺഗ്രസിന് അത്രയൊന്നും പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത ഏതെങ്കിലും സീറ്റിൽ സന്ദീപ് വാര്യരെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടാൽ അത്ഭുതപ്പെടാനില്ല. അത്തരം ചർച്ചകൾ സ്വാഭാവികമായി നടന്നിരിക്കണം. BJP-യിൽ പരിഗണന കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യർ BJP വിട്ടത്. അപ്പോൾ സ്വാഭാവികമായും ആ പരിഗണന എവിടെ ലഭിക്കുമോ അവിടേക്ക് ചേക്കേറി, അത് കോൺഗ്രസ് നൽകുമെന്ന ഉറപ്പിൽ തന്നെയാകണം സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. അതെന്താണ് കൃത്യമായ വാഗ്ദാനങ്ങൾ, എന്താണ് സന്ദീപ് വാര്യർക്ക് നൽകിയ കൃത്യമായ ഉറപ്പ് എന്ന കോൺഗ്രസിലേക്ക് ഉറപ്പെന്നൊക്കെ ഇനി വരും ദിവസങ്ങളിൽ മാത്രം അറിയാം. അരുൺ സൂചിപ്പിച്ച ആ ഒരു കാര്യം വളരെ സുപ്രധാനമാണ്. കാരണം പ്രത്യേകിച്ച് ഈ ഷൊർണൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ്. സന്ദീപ് വാര്യർ 3-ാം സ്ഥാനത്താണെങ്കിലും 2-ാം സ്ഥാനവും ആയി വലിയ വ്യത്യാസമില്ല കേട്ടോ. 1000-ൽ താഴെ വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഷൊർണൂരിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും സന്ദീപ് വാര്യർ അവിടെ 2-ാം സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ളൊരു നേതാവാണ്. അങ്ങനെ ഒരാൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഇടതു കോട്ട അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വലിയ ആധിപത്യമുള്ള ഈ ഷൊർണൂർ പോലെ ഉള്ള ഒരു സ്ഥലം പിടിച്ചടക്കാൻ സന്ദീപ് വാര്യർക്ക് കഴിയും എന്ന പ്രതീക്ഷകൾ വേണമെങ്കിൽ കോൺഗ്രസിന് വെച്ച് പുലർത്താം, അല്ലേ? തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ മാത്രം വോട്ട് കൊണ്ട് അവിടെ ഒരുപക്ഷെ കോൺഗ്രസിന് ജയിക്കുക എളുപ്പമല്ല. അപ്പോൾ സ്വാഭാവികമായും സന്ദീപ് വാര്യരെ പോലെ അവിടെ മത്സരിച്ച് പരിചയമുള്ള ഒരാൾ, അതുപോലെ തന്നെ അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിന് പുറത്തുള്ള വോട്ടുകൾ കൂടി സമാഹരിക്കാൻ പറ്റുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ വന്നാൽ സ്വാഭാവികമായും ഷൊർണൂരിൽ ഭാഗ്യപരീക്ഷത്തിന് കോൺഗ്രസിനും നഷ്ടപ്പെടാനൊന്നുമില്ല. കോൺഗ്രസിനും സന്ദീപ് വാര്യർ BJP-യിൽ ചോദിച്ച സീറ്റ് പാലക്കാടാണ്. പാലക്കാട് BJPക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. വിട്ടുകൊടുക്കാൻ അവർ കഴിയില്ല. CPM-ലേക്ക് വന്നാലും ഷൊർണൂർ CPM-ൽ അത്ര എളുപ്പം വിട്ടുകൊടുക്കാൻ കഴിയുന്ന മണ്ഡലമല്ല. അവിടുത്തെ അവിടുത്തെ ഇപ്പോഴുള്ള MLA ഒരു ടൈം മാത്രമായുള്ളൂ. അദ്ദേഹത്തിന് പ്രായാധിക്യമുള്ള ആളാണെന്ന് പറയാം. പകരം ഒരു പുതുമുഖത്തെ വളരെ പ്രധാനപ്പെട്ട നേതാവിനെ, യുവജന നേതാവിനെ CPM അവിടേക്ക് പരിഗണിക്കുന്നുണ്ടെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ വരുമ്പോൾ CPM-നും അവിടെ ആ സീറ്റ് സന്ദീപ് വാര്യർക്ക് വിട്ടുകൊടുത്ത് വരാൻ എളുപ്പമല്ല. CPM-ന് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. സന്ദീപ് വാര്യരെ എങ്ങനെ അണികൾ സ്വീകരിക്കുമെന്ന ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. CPM-ന്റെ ഒരു തലത്തിലുള്ള നേതാക്കൾ സന്ദീപ് വാര്യരെ പാർട്ടിയിലേക്ക് എടുക്കാൻ തയ്യാറായിരുന്നുവെങ്കിലും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവർ ആ ഒരു തീരുമാനത്തോടെ യോജിച്ചിരുന്നു. അതാണ് സന്ദീപ് വാര്യൻ്റെ വഴി അടഞ്ഞത് അവിടെയാണ് CPM. അതുകൊണ്ടാണ് അദ്ദേഹം പുതിയ വഴി തേടിയത്. അവിടെ കോൺഗ്രസ് കൃത്യമായി അദ്ദേഹത്തിന് വാതിലുകൾ തുറന്നിരിക്കുന്നു. കോൺഗ്രസ് കുറച്ചുകൂടി എളുപ്പമാണ് സന്ദീപ് വാര്യരെ അക്കോമഡേറ്റ് ചെയ്യാൻ പാലക്കാട് ജില്ലയിൽ. ഈ നേരത്തെ സൂചിപ്പിച്ച ഷൊർണൂർ പോലെയുള്ള സീറ്റുകളിൽ വളരെ അനായാസം സന്ദീപിനെ മത്സരിപ്പിക്കാനും
കോൺഗ്രസിന് കഴിയും. കോൺഗ്രസിനും അതൊരു സാധ്യതയായി അവർ കാണുന്നുണ്ടാകാം. അതുകൊണ്ടൊക്കെയാകാം സന്ദീപ് CPM-നേക്കാൾ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസിനെ കണ്ടതും അവിടേക്ക് ചേക്കേറിയതും കോൺഗ്രസും അതൊരു പക്ഷേ വലിയൊരു നേട്ടമായി കാണുന്നുമുണ്ടാകാം. അതാണ് VV അരുൺ നൽകുന്ന വിവരം. ഒരു വാഗ്ദാനം സന്ദീപ് വാര്യർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ അതിൻ്റെ പൂർണ്ണരൂപം അടുത്ത ദിവസങ്ങളിൽ പുറത്തുവരും. വലിയ പ്രതീക്ഷ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിലുമുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. ഇനി നമുക്ക് ഈ ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. പക്ഷേ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. NDAയും ഇന്ത്യ മുന്നണിയും ഏറ്റുമുട്ടുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. മഹാരാഷ്ട്രയിൽ ഇരു മുന്നണികളിലും ആരു ജയിച്ചാലും ആരാകും മുഖ്യമന്ത്രി എന്ന് ഉറപ്പിച്ച് പറയാനാകാത്ത ഒരു സാഹചര്യമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരുടെയും പേര് ഉയർത്തിക്കാട്ടാതെയാണ് മഹായുതിയും മഹാവികാസ് അഘാഡിയും മത്സരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പദം മോഹിക്കുന്നവർക്ക് ഇരു മുന്നണിയിലും കുറവൊന്നുമില്ല. മഹാരാഷ്ട്രയിൽ ജയിച്ചാൽ ആര് മുഖ്യമന്ത്രിയാവുമെന്ന് മഹായുതിയും മഹാവികാസ് അഘാഡിയും പ്രഖ്യാപിച്ചിട്ടില്ല. ഭരണമുന്നണിയിൽ കൂടുതൽ MLA-മാരുള്ള പാർട്ടിയിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി വരണമെന്നുമില്ല. ശിവസേനയെ പിളർത്തി വന്ന ഏക്നാഥ് ഷിൻഡെയ്ക്കാണ് BJP മുഖ്യമന്ത്രി പദവി നൽകിയത്. നിലവിൽ ഇരു മുന്നണികളിലുമായുള്ള മുഖ്യമന്ത്രി സാധ്യതകളിലേക്ക്. മഹായുതി ജയിച്ചാലുള്ള സാധ്യത 1, ദേവേന്ദ്ര ഫട്നാവിസ്. BJP-യിൽ നിന്നും മുൻ മുഖ്യമന്ത്രിയും നിലവിലെ ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകും. മഹായുതി ജയിച്ചാൽ പകുതിയിലധികം സീറ്റിൽ മത്സരിക്കുന്ന BJP ഒന്നാമത്തെ പാർട്ടിയാവും. അമിത്ഷായുടെ പൂർണ്ണ പിന്തുണയുള്ള ഫട്നാവിസിന് BJP-യിൽ കാര്യമായ എതിരാളികളുമില്ല. മഹായുതി ജയിച്ചാലുള്ള സാധ്യത 2, ഏക്നാഥ് ഷിൻഡെ. നിലവിലെ മുഖ്യമന്ത്രി ശിവസേനയിലെ ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രി സ്ഥാനം നൽകാതെ പിന്തുണയില്ലെന്ന വിലപേശലിനും സാധ്യതയുണ്ട്. മഹാവികാസ് അഘാഡി ജയിച്ചാൽ സാധ്യത 1, ഉദ്ധവ് താക്കറെ. മുൻ മുഖ്യമന്ത്രിയും ശിവസേന നേതാവുമായ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാകും. സഖ്യത്തിൽ ഒന്നാമത്തെ പാർട്ടിയായാൽ അതിൽ മാറ്റമുണ്ടാവില്ല. മഹാവികാസ് അഘാഡി ജയിച്ചാലുള്ള സാധ്യത 2, നാനാ പട്ടോള. മുന്നണിയിൽ കോൺഗ്രസ് ഒന്നാമത്തെ പാർട്ടിയാവുകയും ഉദ്ധവുമായി ധാരണയിലെത്തുകയും ചെയ്താൽ കോൺഗ്രസിൽ നിന്നും PCC അധ്യക്ഷൻ നാനാ പട്ടോള മുഖ്യമന്ത്രിയാവും. പ്രതിപക്ഷ നേതാവ് വിജയ് വഡേറ്റിവർ, മുൻ മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവാൻ തുടങ്ങി ബാലാസാഹിബ് തൊറാട്ട് വരെയുള്ള പേരുകളും കടന്നുവരാം. മഹാവികാസ് അഘാഡി ജയിച്ചാൽ സാധ്യത 3, സുപ്രിയ സുലെ. NCP വർക്കിംഗ് പ്രസിഡന്റും ശരത് പവാറിന്റെ മകളുമായ സുപ്രിയ സുലെ മുഖ്യമന്ത്രിയാവാം. മഹാവികാസ് അഘാഡി രൂപീകരണം മുതൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ച ശരത് പവാർ വാശി പിടിക്കുകയും കോൺഗ്രസും ശിവസേനയും സമ്മതിക്കുകയും ചെയ്താൽ ഈ സാധ്യത തള്ളാനാവില്ല. ഇതൊന്നുമല്ലാത്ത ഒരു സാധ്യത കൂടിയുണ്ട്, അജിത് പവാർ. ആരു ജയിച്ചാലും മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഒരാൾ അജിത് പവാറാണ്. 20-30 സീറ്റുകളിൽ അജിത് പവാർ പക്ഷം ജയിക്കുകയും ഭൂരിപക്ഷത്തിന് ഈ സീറ്റെണ്ണം അനിവാര്യമാവുകയും ചെയ്താൽ ഇരു മുന്നണികളുമായും ഒരുപോലെ വിലപേശാൻ മടിക്കാത്ത നേതാവാണ് അജിത് പവാർ. മുന്നണികളും പാർട്ടികളും നേതാക്കളുമൊക്കെ എങ്ങോട്ടും മാറിമറിയാൻ സാധ്യതയുള്ള മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇവരാരുമല്ലാതെ മറ്റൊരാൾ വന്നാലും അത്ഭുതപ്പെടാനില്ല. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വിമത സ്ഥാനാർത്ഥികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് എല്ലാ പ്രധാന പാർട്ടികളും. തെരഞ്ഞെടുപ്പിൽ പോരാടുന്ന 7000-ലധികം സ്വതന്ത്രരും തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ സ്വാധീനിക്കും എന്ന് പറയാനാവില്ല. ഏതായാലും ഈ ചർച്ചകളെല്ലാം മഹാരാഷ്ട്രയിൽ സജീവമായി മുന്നേറുകയാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുകയാണ് വിമതരും സ്വതന്ത്രരും. ബൈപ്പോളാർ മത്സരങ്ങളെ ത്രികോണ പോരാട്ടങ്ങളായും ചിലയിടങ്ങളിൽ ചതുഷ്കോണ യുദ്ധങ്ങളുമാക്കി മാറ്റുന്നു വിമതരുടെ സാന്നിധ്യം. ആരുടെയൊക്കെ വിജയത്തെ ഇവർ ബാധിക്കുമെന്ന കാര്യം കണ്ടറിയണം.
ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസിന്റെ വിശ്വസ്തൻ ഗിരീഷ് ചൗധരി അമേൽനേറിൽ അജിത് പവാർ വിഭാഗം NCP സ്ഥാനാർത്ഥിയായ മന്ത്രി അനിൽ പാട്ടീലിനെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്നു. പരോള എറോണ്ടൽ മണ്ഡലത്തിൽ മുൻ BJP ലോക്സഭാ MP AT പാട്ടീൽ ശിവസേനയുടെ അമോൽ പാട്ടീലിനെ വെല്ലുവിളിക്കുന്നു. തൊട്ടടുത്ത മണ്ഡലമായ പച്ചോറയിൽ BJP മന്ത്രി ഗിരീഷ് മഹാജന്റെ മാനസപുത്രൻ A പാട്ടീലാണ് ശിവസേന സ്ഥാനാർത്ഥി കിഷോർ പാട്ടീലിനെതിരെ മത്സരിക്കുന്നത്. നവി മുംബൈയിൽ ഏക്നാഥ് ഷിൻഡെയുടെ അനുയായിയായിരുന്ന വിജയ് നഹട്ട് പാർട്ടി വിട്ട് ബേലാപ്പൂർ മണ്ഡലത്തിൽ നിന്ന് BJP MLA മന്ദ മഹത്രോയ്ക്കെതിരെ മത്സരിക്കുന്നു. ഐറോളിയിൽ BJP സ്ഥാനാർത്ഥി ഗണേഷ് നായിക്കിനെതിരെ നിൽക്കുന്നത് ഷിൻഡെ വിഭാഗക്കാരനായ വിജയ് ചോഗുലെയാണ്. ഇതൊന്നും ഒറ്റപ്പെട്ട ഉദാഹരണങ്ങളല്ല. കടലാസിൽ ഇവരെ വിമതർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ചിലർക്കൊക്കെ പാർട്ടിയുടെ അനൗദ്യോഗികമായ പിന്തുണയുണ്ടെന്നാണ് വിവരം. മഹായുതി വിമതർ എണ്ണത്തിൽ കൂടുതലായതിനാൽ കോൺഗ്രസ് വലിയ ആശ്വാസത്തിലാണ്. 1995 മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ സ്വതന്ത്രർ തിരഞ്ഞെടുക്കപ്പെട്ടത്, 45 പേർ. അന്ന് 3196 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. ഇത്തവണ അതിൻ്റെ ഇരട്ടിയിലധികം പേർ ഉള്ളതിനാൽ പുതിയ റെക്കോർഡുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ബാഗുകൾ പരിശോധിച്ച് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ. ജാർഖണ്ഡിൽ ഹെലികോപ്റ്റർ പറക്കാൻ അനുമതി വൈകിയത് വിവാദമായതിനു പിന്നാലെയാണ് പുതിയ സംഭവം. മഹാരാഷ്ട്രയിലെ അമരാവതി ജില്ലയിൽ പ്രചരണത്തിനെത്തിയപ്പോഴാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ലഗേജുകൾ പരിശോധിച്ചത്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് അഭ്യർത്ഥിച്ച് മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം തകർക്കാൻ നിരവധി മുസ്ലിം സംഘടനകൾ ശ്രമിക്കുന്നതായി BJP ആരോപിക്കുന്നു. ഇത്തരം നടപടികൾക്കെതിരെ കർശന നീക്കം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സുപ്രീം കോടതിയോടും പാർട്ടി ആവശ്യപ്പെട്ടു. മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഗാഡി സഖ്യത്തിന് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡിൻ്റെ ഭാരവാഹിയായ മൗലാന സജാദ് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചതായും BJP വക്താവ് ഗൗരവ് ഭാട്ടിയ ആരോപിച്ചു. ये अकेली अपील नहीं है, ये झारखंड में जमायत उलमा लोहरदगा ये क्या कहते हैं, हम मुसलमानों से अपील करते हैं कि इंडिया अलायंस को वोट करो। महाराष्ट्र से लेकर झारखंड तक मुसलमानों को अपील हो रही है कि आप वोट करिए और वोट करिए इंडिया अलायंस के लिए। तो ये आज पूछा जाएगा और मजबूती से पूछा जाएगा, कृपया करके ये बताइए, ये वोट जिहाद नहीं है तो और क्या है, संविधान का उल्लंघन नहीं है तो और क्या है, मॉडल कोड ऑफ कॉन्डक्ट का वायलेशन नहीं है तो और क्या है. ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ ക്ഷേമം ഉറപ്പാക്കുന്ന പദ്ധതികൾ 2014 ശേഷമാണ് ആരംഭിച്ചത് എന്ന അവകാശവാദവുമായി രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ. രാജ്യത്തെ കരുത്തുറ്റതാക്കാനും വികസിപ്പിക്കാനും BJPക്ക് വോട്ട് ചെയ്യണമെന്നും ഭജൻലാൽ ശർമ്മ അഭ്യർത്ഥിച്ചു. 2014 के बाद देश के अंदर जो परिवर्तन आप देख रहे हैं, चाहे वो गरीब कल्याण की योजनाएं हो, चाहे वो विकास की योजनाएं हो, या आतंकवाद और नक्सलवाद का खात्मा हो, या दुनिया में बढ़ता हुआ भारत का गौरव हो, ये आपने देखा है. और इसलिए मैं आपसे निवेदन करने के लिए आया हूं. आप सभी पुणे में भी रहते हैं और शहरों में भी हमारे प्रवासी भाई रहते हैं. मित्रों, मैं आपसे इतना ही निवेदन करने के लिए आया हूं, आप अपने फोन से अपने रिश्तेदार, अपने मिलने वाले, यहां के आपके जो व्यापारी, किस व्यापार के साथ साथ में जो यहां के लोग आपके संपर्क में आए, उनसे कहिए कि इस देश को मजबूत बनाना है, महाराष्ट्र को मजबूत बनाना है और हमारे देश को विकसित भारत बनाना है. മഹാരാഷ്ട്രയിൽ 165 മുതൽ 170 വരെ സീറ്റുകൾ നേടി മഹാവികാസ് അഗാഡി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. കോൺഗ്രസ് ഗ്യാരണ്ടികൾ നടപ്പിലാക്കാനുള്ളതാണെന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും ശിവകുമാർ അവകാശപ്പെട്ടു. We will going to win more than 165 to 170 seats. Mahagadi is going to form the government. They have confused the people that we have not implemented our guarantee, but we have given an advertisement, we have convinced the people, we have made a press conference. Now people know that we have implemented all this program. Karnataka has set a model. നുഴഞ്ഞുകയറ്റം ജാർഖണ്ഡിൻ്റെ വലിയ പ്രശ്നമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടി. ഗോത്രവിഭാഗങ്ങളുടെ ജനസംഖ്യാനുപാതം 10% വരെ
കുറഞ്ഞു. നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണം കൂടുകയാണ്. ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റത്തിന് JMM സർക്കാർ പിന്തുണ നൽകുന്നു എന്ന ആരോപണമാണ് BJPയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ഒന്ന്. ഇനി കാണാം ഇന്നത്തെ പഞ്ച് ഡയലോഗുകൾ. ഇനിയുള്ള കാലം കോൺഗ്രസ്സുകാരനാകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സന്ദീപ് വാര്യർ. താൻ BJP വിടാൻ ഉത്തരവാദി K. സുരേന്ദ്രൻ ആണ് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല എന്ന് VD സതീശനെ ഉപദേശിക്കുന്നു K. സുരേന്ദ്രൻ. ശിഖണ്ഡി പ്രയോഗത്തെ എതിർത്ത് സന്ദീപ് വാര്യർ വീണ്ടും രംഗത്തെത്തി. കാണാം ആ പഞ്ച് ഡയലോഗ്. ഈ സംഘടനയ്ക്കകത്ത് നിന്ന് എനിക്ക് കിട്ടിയത്, BJPക്കകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് അങ്ങേയറ്റത്തെ ഒറ്റപ്പെടുത്തലും വേട്ടയാടലുമാണ്. ഞാൻ ഇന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ആഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിന്റെയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി K. സുരേന്ദ്രനും സംഘവുമാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. അതിപ്പോ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പട തോറ്റുപോയില്ലേ? ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പടയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ പാണ്ഡവപക്ഷം തന്നെ, കൃഷ്ണകുമാർ തന്നെ തേര് തെളിക്കും. SDPയെയും PFIയെയും കൂട്ടുപിടിച്ച് ശിഖണ്ഡികളെ മുന്നിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നുള്ളത് VD സതീശന്റെ വ്യാമോഹം മാത്രം. നോയിക്കോ, VD സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും. എന്റെ ചെവിയിൽ നിങ്ങൾ കാതിൽ നുള്ളിക്കോളൂ. ഈ 23-ാം തീയതി കഴിയുമ്പോൾ VD സതീശന് പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും. ഉണർന്ന രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പദപ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് വാസ്തവത്തിൽ ഈ രാജ്യത്തെ നമുക്കറിയാം, ഒരു പ്രത്യേക സമൂഹത്തെ അവഹേളിക്കുന്ന പദപ്രയോഗമാണ്. അത് ക്രിമിനൽ കേസ് എടുക്കേണ്ട പദപ്രയോഗമാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ല. സുരേന്ദ്രനെ പറഞ്ഞൊരു കാര്യമില്ല. സുരേന്ദ്രന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അത്രേ ഉള്ളൂ, പറഞ്ഞൊരു കാര്യമില്ല. RSSനോട് ഇപ്പോഴും സന്ദീപ് വാര്യർക്ക് താല്പര്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഷാഗയ്ക്ക് കാവലിരിക്കാൻ തോന്നും. അങ്ങനെ തോന്നിയാൽ പേടിക്കേണ്ടതില്ല, KPCC പ്രസിഡന്റ് കൂടെ ഉണ്ടാകും എന്ന പരിഹാസമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ വിഷയത്തിൽ മുന്നോട്ട് വെച്ചത്. BJP ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തിന്റെ ഒരു തരിയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പഴയ ഓർമ്മയിൽ ശാഖക്കൊന്ന് കാവൽ വെക്കാൻ തോന്നും. അപ്പൊ ഇപ്പൊ കോൺഗ്രസ് ചേർന്ന സ്ഥിതിക്ക് അങ്ങനെ പഴയ ഓർമ്മയിൽ ശാഖക്കൊന്ന് കാവൽ വെക്കാൻ തോന്നിയാൽ കൂട്ടിന് KPCC പ്രസിഡന്റ് തന്നെ വരും. 2-1-3 ഇവിടെ സമാപിക്കുന്നു. നന്ദി.